നമസ്കാരം. ഈ വിസിലടിയും മണിയടിയും അല്ലാതെ മറ്റൊന്നും നടക്കുന്നില്ല എന്നുള്ളത് പകൽ പോലെ സത്യമാണ്. സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഞായറാഴ്ച കൂടി പിന്നിടാൻ കാത്തിരിക്കുകയായിരുന്നു. ശനിയാഴ്ച വരെയാണ് പ്രവൃത്തി ദിവസമെങ്കിൽ ഞായറാഴ്ച അവധി ദിവസമായിട്ടും ഗേറ്റ് തുറന്നിരിക്കുമല്ലോ, തുറന്നു കാണുമല്ലോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. കാരണം എന്താണ്? ഉറപ്പ് കൊടുത്തത് പ്രധാനമന്ത്രിക്കാണ്, എന്നെ പോലുള്ള ചീള് പാർട്ടികൾക്കൊന്നുമല്ല. വിസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനം രേഖാമൂലം എഴുതി കൊടുത്തു, ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഗേറ്റ് തുറക്കും, എക്സിം കാർഗോയ്ക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുമെന്ന് പ്രധാനമന്ത്രിക്കാണ് എഴുതി കൊടുത്തത്. അപ്പൊ അതുകൊണ്ട് ഞായറാഴ്ച പോലും കാത്തിരുന്നു. ഇങ്ങനെ ഒരു നടപടി വിസിൽ എന്ന് പറയുന്ന സ്ഥാപനം പറയാൻ അവരുടെ ഒരു റെക്കോർഡ് ഇവിടെയുണ്ട്. ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, റെക്കോർഡ് സെറ്റ്, മൈൽ സ്റ്റോൺസ് മെറ്റ്. വിസിൽ എന്ത് മൈൽ സ്റ്റോൺ മെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ആ റോഡിന്റെ കുഴിയുടെ വലിപ്പം കണ്ടാൽ മനസ്സിലാവും. 10-11 വർഷമായി ഒരു 100 മീറ്ററേ ഉള്ളൂ. 100 മീറ്റർ കണക്ട് ചെയ്യാൻ പറ്റാത്തവരാണ് റെക്കോർഡ് സെറ്റ്, മൈൽ സ്റ്റോൺസ് മെറ്റ്. ഷോർട്സിന് റീൽസിന് ഒരു കുറവുമില്ല. ചെയ്യേണ്ട ജോലികൾ മാത്രം ഇവിടെ നടക്കില്ല, ചെയ്യുന്നതോ 100% കള്ളത്തരം. ജനങ്ങളെയും നാടിനെയും പ്രധാനമന്ത്രിയെയും സകലരെയും പറ്റിക്കുന്ന തരത്തിൽ എഴുതി കൊടുക്കാൻ യാതൊരു ഉളുപ്പുമില്ല, യാതൊരു മടിയുമില്ലാത്ത പ്രസ്ഥാനമായി ഞങ്ങൾ പണ്ടൊരിക്കൽ പൂട്ടിയെടുക്കാൻ പോയി തന്നെ, ചങ്ങലയിട്ട് പൂട്ടിയെടുക്കാൻ പോയി. ഇനി നാട്ടുകാരെല്ലാവരും കൂടി ഇറങ്ങണം, എന്നാലേ ഈ പ്രസ്ഥാനത്തിനെ അരിയിട്ട് വഴിക്കാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഒരാൾ പരാതി പ്രധാനമന്ത്രിക്ക് അയച്ചിരുന്നു. ഇവിടെയൊന്നും പറഞ്ഞിട്ട്, മുഖ്യമന്ത്രിയുടെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് പ്രധാനമന്ത്രിയോട് പറഞ്ഞു ഇവിടെ ഗേറ്റ് തുറക്കുന്നില്ല, കയറ്റിറക്കുമതി ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രധാനമന്ത്രി ആ കത്ത് മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തു. മുഖ്യമന്ത്രി വിസിൽ എന്ന് പറയുന്ന മഹാപ്രസ്ഥാനത്തിന് അയച്ചു കൊടുത്തു. മഹാപ്രസ്ഥാനം ഉരുവിട്ടത് എന്താണ്? ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ എക്സിം കാർഗോയുടെ ഓപ്പറേഷൻ നടന്നിരിക്കും. അടിമുടി കള്ളമാണ്. ഈ ഭരണകൂടത്തിന്റെ ലക്ഷണം അടിമുടി കള്ളമാണ്. മാർച്ച് 18 മുതൽ ജൂലൈ 18 വരെ എന്ന 4 മാസം ഇപ്പോൾ മന്ത്രിക്ക് മിണ്ടാട്ടമില്ല. മന്ത്രിക്ക് ഇപ്പോൾ ചോദ്യവുമില്ല, ഉത്തരവുമില്ല. ആ തീയതി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വരുന്നു പാർട്ടി പത്രം. 24-ാം തീയതി ഗേറ്റ് തുറക്കും. തമിഴ്നാട്ടിൽ നിന്ന് കർണാടകയിൽ നിന്നെല്ലാം കണ്ടെയ്നറുകൾ എത്തും. ഇപ്പൊ പാർട്ടി പത്രത്തിന് മിണ്ടാട്ടമില്ല. അത് കഴിയുമ്പോഴാണ് അതിനെല്ലാം പറ്റിയ ഒരു ചരക്ക് വിസിൽ ഫെബ്രുവരി ആദ്യ വാരത്തിൽ തുറക്കും. നാണമില്ലേ നിങ്ങൾക്ക്? സാധാരണ എന്നെ പോലുള്ളവർക്ക്, സാധാരണ മനുഷ്യർക്ക് ഒരു കാര്യം മറ്റുള്ളവരോട് പറഞ്ഞാൽ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊരു തോന്നലെങ്കിലും ഉണ്ടാകും. നിങ്ങളോടൊക്കെ ഇത് പറഞ്ഞിട്ട് വേദം ഓതിയിട്ട് എന്ത് കാര്യമെന്നാണ് തോന്നുന്നത്? നെഗളിപ്പിനും അഹങ്കാരത്തിനും ഒരു കുറവുമില്ല. ലോകത്തുള്ളവരെല്ലാം വിളിച്ചുകൊണ്ട് കാണിക്കുകയാണ് തങ്ങളുടെ സംഭാവന, തങ്ങളുടെ കഴിവാണ് ഈ കാണുന്നതെല്ലാം എന്ന മട്ടിലാണ്. A 16-member delegation from the National Defence College visited Vizhinjam International Seaport as part of a study program on national security and strategic studies. ഇന്ത്യയിൽ നിന്നും, ഇന്ത്യയിലുള്ള കരസേന, നാവികസേന തുടങ്ങിയ സേനകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ, അവരുടെ കൗണ്ടർ പാർട്സ് ആയിരിക്കാം മറ്റു രാജ്യങ്ങളിലെ പ്രതിനിധികൾ തുടങ്ങിയവരൊക്കെ പോർട്ട് കാണാൻ വന്നിരുന്നു. കാണിച്ചു കൊടുക്കുന്ന ആൾ വിശദീകരിക്കുന്ന കേട്ടാൽ തോന്നും അവരാണ് ഇതെല്ലാം സംഘടിപ്പിച്ചത്, കഴിഞ്ഞ 1 വർഷം കൊണ്ടാണ് ഇതെല്ലാം നേടിയെടുത്തെന്നാണ് അവരുടെ ഭാവം. The delegation included senior officers from the Indian Armed Forces, Allied Services, scientific institutions and international defense forces from Bangladesh, Bhutan, Myanmar, Tanzania and ഉസ്ബെക്കിസ്ഥാൻ. ഇതിനകത്ത് ഇവിടെ നിന്ന് നേരിട്ട് സർവീസ് ഉണ്ട്. ബംഗ്ലാദേശിൽ നേരിട്ട് സർവീസ് ഉണ്ട്, നേരിട്ടല്ലാതെ മ്യാൻമാറിലെ സർവീസ് ഉണ്ട്, ടാൻസാനിയയിൽ മിക്കവാറും സർവീസ് ഉണ്ട്. അതുവല്ല പറഞ്ഞു കൊടുത്തിട്ടുണ്ടോന്നറിയില്ല. ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഇവിടെ പങ്കെടുക്കാൻ വന്നത്. അവർക്ക് ലോകോത്തരമായ ഒരു പോർട്ട് കാണിച്ചു കൊടുത്തു എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ സെയിലിംഗ് കമന്ററിയുടെ ഒരു പ്രേക്ഷകൻ അതിനൊരു അടിക്കുറിപ്പ് എഴുതി, ഇതും കൂടി കാണിച്ചു കൊടുക്കാമായിരുന്നു. കഴിഞ്ഞ 12 വർഷമായിട്ടും
1.7 കിലോമീറ്റർ റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയാത്ത ലോകത്തിലെ ഏക പോർട്ട്. എന്തൊരു ദുരന്തമാണ്. ഇതിന്റെ ചുമതലപ്പെട്ടവരെ കുറിച്ചാണ് പറഞ്ഞത്. എന്തൊരു ദുരന്തമാണ്. അതും കൂടി ഈ അന്തർദേശീയ ഡെലിഗേഷന് കാണിച്ചു കൊടുക്കും. ഞങ്ങളുടെ ഏറ്റവും മികച്ച നേട്ടമാണ് ഈ പാങ്കുഴി, പാതാളക്കുഴി. ഇന്ന് രാവിലെ ജോണി അവിടെ നിന്ന് വീഡിയോ അയച്ചു. ഇങ്ങനെ എക്സിം കാർഗോ തുറക്കുമെന്ന് വീമ്പിളക്കിയ ആളുകൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെ റോഡെങ്കിലും ഒന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുന്ന ശമ്പളത്തിന് ഒരു കൂറ് കാണിക്കുക. ഇവിടെ ദുരന്തമെന്ന് തീർത്തും പറയാൻ പറ്റില്ല. MD ഷാങ്ഹായെ കീഴടക്കാൻ നടക്കുകയാണ്. ഷാങ്ഹായിൽ നിന്ന് ഒരു കപ്പൽ തിരിച്ച കാര്യം പറഞ്ഞല്ലോ സെയിലിംഗ് കമന്ററി. തിരുവനന്തപുരത്തുള്ള ഒരു ചെറുപ്പക്കാരന്റെ കണ്ടെയ്നറുമായിട്ട് 22 ദിവസത്തിനുള്ളിൽ ഷാങ്ഹായ് കൊച്ചി എന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത്. പോർട്ട് 3ആയി. നേരിട്ട് വരുന്നതെന്നാണ് നമ്മളെയൊക്കെ അറിയിക്കുന്നത്. ഷാങ്ഹായ് കൊച്ചി ഡയറക്റ്റ് സർവീസ്. ട്രാക്ക് ചെയ്യുമ്പോൾ കപ്പൽ ഷാങ്ഹായ് വിട്ട് നിങ്ബോ പോർട്ട്. നിങ്ബോ കഴിഞ്ഞപ്പോൾ നാൻഷ്യയിലോട്ട് പോവുകയാണ്. ഇനി ഏതൊക്കെ പോർട്ട് കഴിഞ്ഞിട്ടാണ് കൊച്ചിയിൽ എത്തുന്നതെന്ന് ഉടയതമ്പുരാന് മാത്രം അറിയാം. ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ, മൊത്തം കബളിപ്പിക്കലാണ്. ഈ ഗേറ്റ് തുറക്കാതെ ഈ നാട്ടിലെ രണ്ട് കയറ്റുമതി ഇറക്കുമതിയോ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നവരെ പോലും കുത്തുപാള എടുപ്പിക്കുന്ന വിസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനവും അവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടവും ഒരു തീരാ ശാപവും തീരാ കളങ്കവുമായി ഈ നാടിന് മാറിയിട്ടുണ്ട്. പറ്റിയതാണ് മുകളിലിരിക്കുന്നവര്. കളമശ്ശേരി മന്ത്രി എന്താണ് കൊണ്ടിരുന്ന നിക്ഷേപം? 1.18 കോടി. അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റുമോ? അപ്പൊ അതിനെ വെല്ലുന്ന നിക്ഷേപമാണ് മുഖ്യമന്ത്രി. 3 ലക്ഷം കോടി. ഒരു വ്യവസായി ബന്ധത്തിന് 3 ലക്ഷം കോടിയാണ് ഇവിടെ നിക്ഷേപിക്കാൻ പോകുന്നത്. എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. നല്ല കള്ളക്കടത്തോ വല്ലതും ആണെന്ന് അറിഞ്ഞൂടെ. 3 ലക്ഷം കോടി എന്താണ് കേരളത്തിൽ ചെയ്യാൻ പോകുന്നത്? അത് ഏറ്റുപിടിച്ച് പാർട്ടി സെക്രട്ടറി നാട് നീളെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്ത് വേണമെങ്കിലും പ്രസംഗിക്കാമല്ലോ ധൈര്യമായിട്ട്. മെയ് മാസം വരെ അതിന് മറുപടി പറഞ്ഞാൽ മതി. അതിന് കഴിഞ്ഞ് പിന്നെ മറുപടി പറയേണ്ട കാര്യമില്ലെന്ന് മാത്രമല്ല, തിരിച്ച് ഞങ്ങള് 1.18 ലക്ഷവും 3 ലക്ഷവും കോടി കൊണ്ടുവന്ന് സൈൻ ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചതാണ്. പിന്നീട് വന്ന സർക്കാർ അതൊന്നും ചെയ്തില്ല എന്ന് അണികളെ കൊണ്ട് കല്ലെറിഞ്ഞ് കടകൾ കത്തിച്ച് അടുത്ത 5 വർഷവും കേരളം നശിപ്പിച്ച് നാറാണക്കല്ലാക്കി മാറ്റാം. അതിനുള്ള എല്ലാ ഒരുക്കവുമാണ് മുഖ്യമന്ത്രിയുടെ 3 ലക്ഷവും കളമശ്ശേരി മന്ത്രിയുടെ 1.18 ലക്ഷവും രണ്ടും കൂടി ചേർത്ത് പാർട്ടി സെക്രട്ടറിയുടെ ആഗോള വ്യാഖ്യാനവും എല്ലാം കൂടി ചേരുമ്പോൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒരു 5 വർഷം മുമ്പുള്ള ഒരു സാധനം ഒരാൾ എനിക്ക് അയച്ചു തന്നു. അപ്പോഴാണ് ഈ കള്ളത്തരവും പൊള്ളത്തരവുത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാവുന്നത്. അന്നത്തെ ധനകാര്യമന്ത്രി എല്ലാ വീട്ടിലും ഒരു ലാപ്ടോപ്പ് ഉറപ്പാക്കും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് സൗജന്യം. എല്ലാവരും ദാരിദ്ര്യത്തിൽ നിന്ന് മോചനം നേടിയെങ്കിൽ പിന്നെ എന്തിനാണ് ഈ സൗജന്യം കൊടുക്കുന്നത്? ഈ ബജറ്റിലുണ്ട് സൗജന്യം. ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് എല്ലാ സൗജന്യം. അതിന്റെ അർത്ഥം എന്താണ്? ഫീസ് കൊടുക്കാൻ പോലും പാങ്ങില്ലാത്തവരാണ് കുട്ടികൾ. അവരും പഠിക്കണ്ടേ, അപ്പൊ പിന്നെ സൗജന്യം കൊടുക്കാതെ പറ്റുമോ? ഇതുപോലെ കള്ളത്തരം പറയുന്ന ഇനിയുമുണ്ട്. അന്നത്തെ ധനകാര്യമന്ത്രിയുടെ വിടുവായത്തരം. 50,000 കോടി രൂപയുടെ വ്യവസായ ഇടനാഴി പദ്ധതി. ചോദിക്കാൻ പറ്റില്ലല്ലോ, അതേപോ ധനകാര്യമന്ത്രിയല്ലല്ലോ, പിന്നെ ഇന്ന് ആരോട് ചോദിക്കും? 50,000 കോടിയുടെ വ്യവസായ ഇടനാഴി പദ്ധതി, പുതിയ 2,500 സ്റ്റാർട്ടപ്പുകൾ, 20,000 തൊഴിൽ. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം പറയും, ഞാനിപ്പോ അധികാരത്തിലല്ലോ, ഞാൻ അധികാരത്തിലുണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം കൊണ്ടുവരുമായിരുന്നു. അങ്ങനെ 50,000 കോടിയും 20,000 തൊഴിലവസരവും പറഞ്ഞവരാണ് ഇപ്പൊ ആളുകളെ കയറ്റി ഹൊസൂറിലോട്ട് ബസ്സിൽ ആനവണ്ടിയിൽ കയറ്റി ഹൊസൂരിൽ 12,000 രൂപയ്ക്ക് ആളെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ കള്ളത്തരം പറഞ്ഞ ഇവിടുത്തെ ഭരണകൂടവും മന്ത്രിമാരുമാണ്. 5 വർഷം പോലും ആയിട്ടില്ല. 2021 കണക്ക് ബജറ്റിലെ കാര്യമാണ് ഈ പറയുന്നത്. ഇങ്ങനെ അടിമുടി കള്ളവും കൊള്ളയും മാത്രം, സ്വർണ്ണ കൊള്ള ഉൾപ്പെടെ നടത്തുന്ന സംഘത്തിന്റെ ശിഷ്യന്മാരാണ് കുഴലൂത്ത് നടത്തുന്ന വിസിൽ എന്ന് പറയുന്ന വെള്ളാന. എല്ലാവരും കൂടി ചേർന്ന് കേരളത്തെ ഒരു പരുവമാക്കിയിട്ടുണ്ട്.